ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല റിഫ്രഷിംഗ് ആയ ഒരു ജ്യൂസ് നമുക്കിന്ന് ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പച്ചമുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് സീഡ്ലെസ് ആയിട്ടുള്ള പച്ചമുന്തിരിങ്ങയാണ്. പൊതുവേ നമ്മൾ പച്ചമുന്തിരിങ്ങ കൊണ്ട് അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാറില്ല. നമ്മൾ മറ്റേ പർപ്പിൾ കളറിലുള്ള മുന്തിരിങ്ങ കൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കാറ്. പക്ഷേ നല്ലൊരു ജ്യൂസാണ്. ഇതിൽ പിന്നെ നമ്മൾ ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു 4-5 പുതിനയുടെ ഇലയും കൂടി ചേർക്കുന്നുണ്ട്. അത് നല്ലപോലെ കഴുകിയെടുത്ത് അതും കൂടെ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ മുന്തിരിങ്ങ ഒന്ന് അടത്തിയെടുക്കാം. ഇത് നല്ലതുപോലെ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കഴുകിയെടുത്ത മുന്തിരിങ്ങയാണ്. ഇതിനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒത്തിരി പുളിയുള്ള മുന്തിരിങ്ങ ആണെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് വേണ്ട, ഒരു പകുതി നാരങ്ങയുടെ നീര് മതിയായിരിക്കും. പിന്നെ നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി ഒരു 4-5 പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് നല്ലപോലെ അടച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നമുക്കിത് അടിച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല റിഫ്രഷിംഗ് ആയ ഗ്രേപ്പ് ലെമൺ മിന്റ് സമ്മർ കൂളർ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹന്നാസ് റെസിപ്പി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.